ഹലോ, ഇന്നും ഒരു സ്റ്റിച്ചിങ് വീഡിയോയാണേ. ഇത് അമ്മയുടെ ഒരു പഴയ സെറ്റ് സാരി ആട്ടോ. ഇതിൽ നിന്ന് ഞാൻ ഓൾറെഡി സേരയ്ക്ക് പട്ടുപാവാടയുടെ ഒരു സ്കേർട്ടും ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ചധികം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു പട്ടുപാവാടയുടെ സ്കേർട്ട് ചെയ്യാമെന്ന്. നമുക്കതിന് വേണ്ട വീതി എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അത്രയുണ്ട്. അപ്പം ഞാൻ 3 മീറ്റർ വീതിക്ക് ഈ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഇതിൻ്റെ ലെങ്താണ്. ലെങ്ത് ഞാൻ മെഷർ ചെയ്തപ്പം 40 ഇഞ്ചസ് ആണ് വന്നേക്കുന്നത്. അപ്പം ആ ഒരു ലെങ്തിന് ഞാൻ മേളിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ കീപ്പ് ചെയ്യണത് ഈ ബോർഡർ തന്നെ കേട്ടോ. അങ്ങനെ 3 മീറ്റർ വീതിക്കും 40 ഇഞ്ച് നീളത്തിന് ഞാനൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് പട്ടുപാവാട സ്കേർട്ട് അടിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പീസ് തുണിയും കൂടെയാണ് വേണ്ടത്, ഇതിൻ്റെ ബാൻഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ തന്നെ കട്ട് ചെയ്ത പീസാണേ. ഇതിന് ഞാൻ 4 ഇഞ്ച് വീതിയും ഇതിൻ്റെ നീളം എടുത്തേക്കുന്നത് 40 ആണ് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതെങ്ങനെ തയ്ക്കണേന്ന് നോക്കാം. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള മെഷർമെൻ്റ് എടുത്ത് തുണി കട്ട് ചെയ്ത് ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതിൻ്റെ ഫ്ലീറ്റ്സ് ഇടുന്ന അതിനൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. നമ്മുടെ തുണിയുടെ ഒരറ്റത്തുനിന്ന് കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ 1.5 ഇഞ്ച് വെച്ചിട്ട് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുകയാണേ. ഓരോ 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഫുൾ 3 മീറ്റർ തുണിയിൽ മാർക്ക് ചെയ്യണേ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്ലീറ്റ് എടുക്കണേന്ന് വെച്ചാൽ ആദ്യത്തെ മാർക്ക് നമ്മൾ വിട്ടേക്കുക. രണ്ടാമത് മാർക്ക് ചെയ്ത തുണി എടുത്തിട്ട് നെക്സ്റ്റ് അല്ല അത് കഴിഞ്ഞിട്ടുള്ള മാർക്കിലോട്ട് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ദെൻ അഗെയിൻ നെക്സ്റ്റ് മാർക്ക് ചെയ്തേക്കുന്ന എടുത്തിട്ട് ഒന്ന് വിട്ടിട്ട് അത് കഴിഞ്ഞുള്ളിടത്ത് കൊണ്ടുപോയി വെച്ച് അതും ഒന്ന് പിൻ ചെയ്യുക. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 3.5 മീറ്ററിലും ഫ്ലീറ്റ് പിടിച്ച് വെച്ച് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. നമ്മളിപ്പോൾ ഇത് ഫുള്ള് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഫുള്ള് പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. അപ്പോൾ നമുക്ക് പിന്നൂരാ കേട്ടോ. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. I'll take them out. No. More stitch in. Seban, stitch in അനുസരിച്ച് അമ്മ ഊരി തരുമല്ലേ. ഇപ്പം നമ്മൾ ഫ്ലീറ്റ്സ് എല്ലാം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇതിന് പ്രോപ്പറായിട്ട് വരണമെങ്കിൽ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണേ. ഇന്ന് നമുക്കൊന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്യടാ. അവിടെയാണോ അയൺ ചെയ്യണേ? അയൺ ചെയ്യാൻ പോവാ. ശരി, ഒന്ന് അയൺ ചെയ്തിട്ട് വരാവേ. ഇതിപ്പോൾ ഫുൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലീറ്റ്സ് ഒക്കെ കറക്റ്റാണേ. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ജോയിൻ ചെയ്യേണ്ട പോർഷൻ ഇനി ഒന്നിച്ച് പിടിച്ചിട്ട് ടോപ്പിൽ നിന്നൊരു 3 ഇഞ്ച് മാറി ഒരു ഏകദേശം ഇത്രയും മാറിയിട്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം കേട്ടോ താഴെ വരെ. ഇപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് അടിച്ചിട്ടുണ്ടേ. ഈ നെക്സ്റ്റ് നമ്മളിതിൻ്റെ ബെൽറ്റ് നമ്മളിതിൻ്റെ പടി അടിക്കാനാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിനൊരു 4 ഇഞ്ച് വീതിയും ഒരു 40 ഇഞ്ച് നീളമുണ്ട് കേട്ടോ.
ഇതിപ്പം നമ്മുടെ അകംവശം കേട്ടോ. നമ്മൾ പടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ മടക്കി നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന പോലെ ഈ ഇത്രയും ഭാഗം ഒരു സൈഡും അടിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പടി ഒന്ന് മടക്കി അടിക്കേണ്ട ആവശ്യമുള്ളേ. പിന്നെ അതിനകത്തോടെ ഇടാൻ വേണ്ടി ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെഷർമെൻ്റ് ഒക്കെ കറക്റ്റാണ്. പടിയുടെ അവിടെ ആ കസവ് മാത്രം വരത്തക്ക രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് അതിൻ്റെ വീതി എടുത്തേക്കുന്നത്. നമുക്കിനി ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയാലോ. എൻ്റെ കയ്യിലുള്ള ഒരു ഓൾഡ് ദുപ്പട്ടയും ടോപ്പും വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റൈൽ ചെയ്യാവേ. ഒരു ഓഫ് വൈറ്റ് ടോപ്പും നല്ല മജന്ത കളർ ഒരു ദുപ്പട്ടയാണ് കേട്ടോ.